BJP നേതാവ് ശോഭാ സുരേന്ദ്രനെതിരെ കേസെടുക്കാൻ ഉത്തരവ്. KC വേണുഗോപാൽ MP നൽകിയ ഹർജിയിൽ ആലപ്പുഴ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് ഷാന ബീഗമാണ് നടപടിക്ക് ഉത്തരവിട്ടത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വേളയിൽ ശോഭാ സുരേന്ദ്രൻ നടത്തിയ പരാമർശങ്ങളായിരുന്നു മാനനഷ്ട ഹർജി. പരാമർശങ്ങൾക്കെതിരെയായിരുന്നു ഹർജി. ശരത് SS നൽകും വിശദാംശങ്ങൾ. ശരത്ത്, ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ KC വേണുഗോപാലിനെതിരെ മത്സരിച്ചതാണ് ശോഭാ സുരേന്ദ്രൻ. അന്ന് ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ടൊക്കെ KC വേണുഗോപാലിനെതിരെ ശോഭാ സുരേന്ദ്രൻ ഓരോ ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു. അതിനെതിരെ KC നടത്തിയ നിയമ പോരാട്ടം അല്ലേ, അതിലിപ്പോൾ തിരിച്ചടിയായിരിക്കുന്നു. അത് തന്നെയാണ്. ആലപ്പുഴ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് ഷാന ബീഗമാണ് ശോഭാ സുരേന്ദ്രനെതിരെ ഇപ്പോൾ മാനനഷ്ടത്തിന് കേസെടുക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത്. അതായത് പൊതുസമൂഹത്തിൽ വ്യക്തിഹത്യ നടത്താനും ആശയക്കുഴപ്പം സൃഷ്ടിക്കാനും ശോഭാ സുരേന്ദ്രൻ ബോധപൂർവം നടത്തിയ പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ട് നേരത്തെ KC വേണുഗോപാൽ വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. എന്നാൽ ഇതിന്റെ ഒരു നിശ്ചിത സമയപരിധി കഴിഞ്ഞിട്ട് പോലും മാപ്പ് പറയാനും തന്നെ ശോഭാ സുരേന്ദ്രൻ കൂട്ടാക്കിയിരുന്നില്ല. ഇതിനെതിരെയാണ് കോടതിയിൽ KC ഹർജി ഫയൽ ചെയ്തത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് അപകീർത്തിപ്പെടുത്തി ഒരു മാധ്യമത്തിന് അഭിമുഖം നൽകിയെന്നാണ് KC ഈ പരാതിയിൽ പറയുന്നത്. ഹർജിക്കാരനായ KC വേണുഗോപാൽ കോടതിയിൽ നേരിട്ടെത്തി മൊഴി നൽകിയിരുന്നു. ഒരുവിധ തെളിവുമില്ലാതെ തുടർച്ചയായ ആരോപണം ഉന്നയിച്ചു എന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. ക്രിമിനൽ നടപടി പ്രകാരം മാനനഷ്ടത്തിലുള്ള കേസാണ് KC ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിലും നേരത്തെ KC വേണുഗോപാൽ ശോഭാ സുരേന്ദ്രനെതിരെ പരാതി നൽകിയിരുന്നു. അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ, അഡ്വക്കേറ്റ് R സനൽകുമാർ, അതേപോലെ തന്നെ K ലാലി ജോസഫ് എന്നിവർ മുഖേനയാണ് KC ഹർജി ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇതിലാണ് ഇപ്പോൾ കോടതിയുടെ കൂടി ഉത്തരവ് വന്നിരിക്കുന്നത്. ശരി, ശരത് SS ആണ് വിശദാംശങ്ങൾ നൽകിയത്.